ലെച്ചൂസ് ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. എങ്ങോട്ടാണെന്നല്ലേ? ദേ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഓമല്ലൂരാണ് സ്ഥലം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ? കം ഓൺ. സ്ഥലത്ത് പോകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓമല്ലൂർ ചന്തയിലാണ് നമുക്ക് മീനം 1-ാം തീയതി മുതൽ വയൽ വാണിഭം തുടങ്ങുന്നത്. വയൽ വാണിഭം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് കാണും. എന്താണ് സംഭവം എന്ന് അറിയാൻ ഒരു പ്രതീക്ഷ, ഒരു എക്സ്പെക്റ്റേഷൻ കാണും. എന്താണ് വയൽ വാണിഭം എന്ന് ഞാൻ പറയാം. ഈ സ്പോട്ട് മനസ്സിലായവരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയൂ. എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. കൈപ്പട്ടൂരാണ് സ്ഥലം. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോ കേട്ടോ. അപ്പം നമ്മൾ ഓമല്ലൂർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചന്തയിൽ കയറാം, എന്നിട്ട് ബാക്കി നോക്കാം. കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല, നല്ല തിരക്കുണ്ട്. അപ്പം നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാം. ഫസ്റ്റ് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മളൊരിടത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതവും കൃഷിയുടെ പ്രാധാന്യവും കാണിച്ചു തരുന്ന ഒരു ഗ്രാമോത്സവമാണ് വയൽ വാണിഭം. ഓമല്ലൂരുകാർക്ക് ഇത് വലിയൊരു ഉത്സവം തന്നെയാണ്. ഈ ഉത്സവത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പണ്ട് കാലത്ത് കൃഷിക്കായിരുന്നു മുൻതൂക്കം കൊടുത്ത് ഈ ഒരു ഉത്സവം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കർഷകർക്ക് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വിപണിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ഇരുമ്പുള്ളൊരു കടയിലാണ് കയറിയത്. ഒരു കത്തി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ കത്തി അങ്ങ് വാങ്ങി. മറ്റ് ഇരുമ്പ് സാധനങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. പാചകത്തിന് പറ്റിയ എല്ലാ സാധനങ്ങളും, കൃഷിക്ക് പറ്റിയ സാധനങ്ങളും, വാള്, പിന്നെ കണ്ടില്ലേ പ്ലാസ്റ്റിക്കിൽ ഉള്ള മറ്റ് ഐറ്റംസും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിത്തുള്ള സ്ഥലത്തേക്കാണ് പോയത്. വിത്തുള്ളൊരു കടയിലേക്ക് പോയി. അവിടുന്ന് ചീരവിത്തും കുറച്ച് വിത്തുകളും ഒക്കെ വാങ്ങി. പിന്നെ ഒരു ബെഡ്ഷീറ്റ് കട കണ്ടു. അപ്പോൾ അതിനോടൊപ്പം സെറ്റി കവർ ഉണ്ടായിരുന്നു. സെറ്റി കവർ വാങ്ങിച്ചു. നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് സെറ്റി കവർ കിട്ടിയത്. ഇതേ കണ്ടില്ലേ, വേറെ ഇരുമ്പ് കടകളും ഉണ്ട്. പിന്നെ ജ്യൂസ് കടയുണ്ട്. എൻ്റെ മെയിൻ ഐറ്റം കലവും ചട്ടിയും എല്ലാം ഉണ്ട്. പിന്നെ തുണിക്കടയുണ്ടായിരുന്നു. അപ്പോൾ ഈ തുണിക്കടയിൽ നിന്ന് നമ്മൾ സരിമോനുള്ള ഒരു ഡ്രസ്സും എടുത്തു. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് അത് കിട്ടിയത്. അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയത്. പിന്നെ ജ്വല്ലറി ഐറ്റംസ്, അല്ലാതെ സ്റ്റീൽ പാത്രങ്ങൾ, കലം, ചട്ടി, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഗ്ലാസ് ഐറ്റംസ് എല്ലാം കണ്ടില്ല അടുക്കി വെച്ചിരിക്കുന്നതാണ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മൾ എല്ലാം കണ്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്താണ് കൃഷിയുടെ ഐറ്റംസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതായിരുന്നു. കണ്ടില്ലേ, ചേനയും ചേമ്പും എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്, കപ്പ ഉണങ്ങിയത് എല്ലാം ഉണ്ട് അവിടെ. അത് കാണാനായിരുന്നു മെയിനായിട്ട് എനിക്ക് ഭംഗി തോന്നിയത്. പിന്നെ പൂച്ചട്ടികൾ, ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന സ്ഥലം ഇതായിരുന്നു. പലതരത്തിലുള്ള ചെടികളാണ്. ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇതും വിൽക്കുന്നതെന്നാണ് വാങ്ങിച്ചവരൊക്കെ പറയുന്നത്. നല്ല കുട്ടി ഐറ്റംസ് ആയിരുന്നു. പിന്നെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഇതിലൊരു ചെറിയ സെലിബ്രിറ്റിയെ ഞാൻ കാണിക്കുന്നുണ്ട്. സെലിബ്രിറ്റിയെ കണ്ടുപിടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പാനിപ്പൂരി കഴിക്കാൻ തോന്നി. ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കാം, അമ്മ ആദ്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള പാനിപ്പൂരി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ കടയിൽ പോയി തന്നെ കഴിക്കണേ. അതിൽ അങ്ങനെ സ്നാക്സ് ഉള്ള കടയോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ ഇറങ്ങി. കാരണം ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഘോഷയാത്ര വരാനുള്ള സമയമായി കഴിഞ്ഞു. നമുക്ക് ആകെ ഇത്രയും ഭാഗ്യം കിട്ടിയുള്ളൂ. ആദ്യത്തെ ദിവസമായിട്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കടകളൊക്കെ തുറന്നിട്ടുള്ളൂ. ഒരുപാട് കടകൾ തുറന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ കടകൾ വരാനുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു. നമ്മൾ കൃഷി സാധനങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പച്ചക്കറികൾ കൂടാതെ വേറെ ഫ്രൂട്ട്സ്, അങ്ങനെ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, ഐസ്ക്രീംസ്, പിന്നെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്യാൻ ഒരുപാട് അതിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇത് കൂടുതൽ കടകളും ആൾക്കാരും എല്ലാം സജീവമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു മാസം, മീനമാസം ഫുള്ളാണ് നമ്മുടെ ഓമല്ലൂര് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നല്ല രസമാണ്, കാണാനും ഉണ്ട് ഒരുപാട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. ആദ്യമായിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. തൊട്ടടുത്ത് കൊടുമണ്ണുകാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പോകുന്നത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. ഇറങ്ങിയതിന് ശേഷം അവിടെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ആ വീഡിയോ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വയൽ വാണിഭ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ ടാറ്റാ.